ലേക്ക് കണ്ണൂർ അടക്കാത്തൊടിയിൽ പരിഭ്രാന്തി പരത്തിയ കടുവയ്ക്കായി തെരച്ചിൽ മൂന്നാം ദിവസവും തുടരുകയാണ്. സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. കടുവ തിരിച്ച് കാട്ടിലേക്ക് മടങ്ങിയോ എന്നും സംശയമുണ്ട്. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി. അർജുൻ, 3 ദിവസമായി തെരച്ചിൽ പുരോഗമിക്കുകയാണ് അടക്കാത്തൊടിയിൽ. എന്താണ് നിലവിലെ സ്ഥിതി? നികേഷ് കുമാർ, അതായത് കഴിഞ്ഞ 3 ദിവസവുമായി ഈ മേഖലയിൽ കടുവയുള്ള സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നാട്ടുകാർ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടി കടുവയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ വളരെ ഊർജിതമായി ഈ മേഖലയിൽ നടക്കുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെ കൂടി കടുവയുടെ സാന്നിധ്യം ആ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷേ കടുവയെ നേരിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും തിരച്ചിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ ആ പ്രദേശത്ത് കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും കൂടുതൽ ഈ ദൗത്യ നിർവഹണത്തിനായിട്ടുള്ള സംഘത്തിനെയും എല്ലാം നിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരെ ആ പ്രദേശത്തേക്ക് എത്തിക്കുകയും അങ്ങനെ തിരച്ചിൽ വളരെ ഊർജിതമായ രീതിയിൽ തന്നെ വളരെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ നടക്കുകയാണ്. പക്ഷേ ജനങ്ങൾ വലിയ തോതിൽ പരിഭ്രാന്തരാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വീടിൻ്റെ മുറ്റത്ത് പോലും ഈ കടുവ എത്തുകയും അങ്ങനെ വലിയ തോതിൽ ഒരു പരിഭ്രാന്തി ആ മേഖലയിൽ ജനങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ ജനങ്ങൾ വലിയ തോതിൽ ജനവാസ മേഖലയോട് ചേർന്നിട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രയാസമാണ് ആ ജനങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത്. കാരണം അവർക്ക് ആർക്കും തന്നെ മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പോലും കഴിയുന്നില്ല. അല്ലെങ്കിൽ കൊച്ചുമക്കളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്നതിന് വേണ്ടി അവർക്ക് കഴിയുന്നില്ല, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. മേഖലയിലെല്ലാം തന്നെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ അവർക്ക് രാവിലെ പുലർച്ചെയാണ് ഈ പറയുന്ന പോലെ റബ്ബർ ടാപ്പിംഗ് തൊഴിലിനൊക്കെ പോവേണ്ടത്. പക്ഷേ ആ സമയത്ത് പോലും അവർക്ക് അത്തരത്തിലുള്ളൊരു തൊഴിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. കടയിൽ പോയി ഒരു സാധനം വാങ്ങി മനസ്സമാധാനത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള പരാതി. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഈ പരാതിയെല്ലാം വളരെ ജെന്യുവനായിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വനം വകുപ്പ് കാര്യക്ഷമമായിട്ടുള്ള ഒരു ഊർജിതമായ തിരച്ചിൽ ആ മേഖലയിൽ നടത്തുകയാണ് ഇപ്പോൾ. നികേഷ്, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.